30 ഡേയ്സ് കൺസിസ്റ്റൻസി ചലഞ്ചിന്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. ലാസ്റ്റ് വീഡിയോയിൽ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫിലായാലും കണ്ടന്റ് ക്രിയേഷനിലായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സബ്ജക്റ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫിറ്റ്നസ് കണ്ടന്റ് ആണ്. ഫിറ്റ്നസ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറൊരാൾക്ക് ടിപ്സ് പറഞ്ഞു കൊടുക്കലല്ല. ഒരു 30 ദിവസം ഹോം വർക്കൗട്ട് സീരീസോ, ഇനി അതല്ല ജിമ്മിൽ പോകാൻ കഴിയുന്നവരാണെങ്കിൽ ജിം വർക്കൗട്ട് സീരീസോ സ്റ്റാർട്ട് ചെയ്യും. അതിൽ ഡയറ്റ് റിലേറ്റഡ് കാര്യങ്ങളും, നിങ്ങൾ ഫിറ്റ്നസ് ട്രെയിനേഴ്സിന്റെ കയ്യിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളും, ഇനിയിപ്പോൾ ട്രെയിനേഴ്സ് ഇല്ല, നിങ്ങൾ യൂട്യൂബിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നിങ്ങളുടെ ഫോളോവേഴ്സ് ആയിട്ട് ഷെയർ ചെയ്യുക. അതിലേക്കുള്ള വിഷ്വൽ കോണ്ടന്റ് ആയിട്ട് നിങ്ങൾ ജിമ്മിലോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലോ ചെയ്യുന്ന വർക്കൗട്ടിന്റെ വിഷ്വൽസ് നിങ്ങൾ ക്യാപ്ചർ ചെയ്യും. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ആവുകയും ചെയ്യും, സോഷ്യൽ മീഡിയ പേജസിൽ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് വേറൊരു സബ്ജക്റ്റും കിട്ടുന്നില്ല, എന്നാൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ചെയ്യണം എന്ന നിർബന്ധമുള്ളവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിന്റെ കണ്ടന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഹെൽത്ത് എന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് ഏത് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം, അതിലേക്കുള്ള കോണ്ടന്റ്സ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുക, പിന്നെ ഏതൊക്കെ ടൂൾസ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഡൗട്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പേജ് ഫോളോ ചെയ്ത് വെച്ചോ. നെക്സ്റ്റ് വീഡിയോ അതിനെ കുറിച്ചായിരിക്കും.